എല്ലാവർക്കും ഒരിക്കൽ കൂടെ മാസ്റ്റർ ഐഡിയാസിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളൊരു കൊച്ച് ചിരട്ട വെച്ചൊരു കാറുണ്ടാക്കി. അപ്പം ഇതാണ് സംഭവം, ഇതാണ് നമ്മുടെ കാറ്. അപ്പം നമ്മളിത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇതുപോലെ ഒരു ചിരട്ട എടുത്തിട്ട് അതിൻ്റെ സൈഡ് മുറിച്ച് കളയണം. അതിൻ്റെ സൈഡ് നമ്മൾ ഇതുപോലെ ഞാൻ മുറിക്കുന്ന പോലെ തന്നെ മുറിച്ച് കളയണം. അപ്പം മുറിച്ച് കളയുമ്പോൾ ഇതുപോലെ കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡും നമ്മൾ മുറിച്ച് കളയണം. ഇതുപോലെ ഞാൻ ആദ്യം മുറിച്ച പോലെ തന്നെ അപ്പുറത്തെ സൈഡും നമ്മൾ മുറിച്ച് കളയണം. മുറിച്ച് കളയുമ്പോൾ ഇതുപോലെ കിട്ടും, ഇതുപോലെ ഒരു ഷേപ്പ് കിട്ടും. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ഒരു ചിരട്ട എടുത്തിട്ട് ഞാൻ വരയ്ക്കുന്ന പോലെ തന്നെ മേളിൽ നിന്ന് ഇതുപോലെ തന്നെ റൗണ്ടി ഇങ്ങനെ വരയ്ക്കണം. ഞാൻ വരയ്ക്കുന്ന പോലെ തന്നെ വരയ്ക്കണം. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനത് കട്ട് ചെയ്തെടുക്കുകയാണ്. ആ വരച്ച പോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഞാനത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം മൂല കുറച്ച് മേപ്പോട്ടിരിക്കുന്നതുകൊണ്ട് ആ മൂല കുറച്ച് ഞാൻ കട്ട് ചെയ്യണം, മണ്ടക്കത്തെ മൂല. ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ നമ്മൾ ഒരെണ്ണം കൂടെ കട്ട് ചെയ്തെടുക്കണം. ഇനി വരച്ചിട്ട് കട്ട് ചെയ്യാം. ഞാൻ ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടെ വരച്ച് കട്ട് ചെയ്യാൻ പോവാണ്. മറ്റേത് കട്ട് ചെയ്തതുപോലെ തന്നെ ഞാൻ രണ്ടെണ്ണം കട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടും ഓപ്പോസിറ്റായെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇത് ഓപ്പോസിറ്റായിട്ടിരിക്കണം. ഇനി നമുക്ക് ഫസ്റ്റ് കട്ട് ചെയ്തെടുത്ത ചിരട്ട നമ്മളെടുത്തിട്ട് അതിൻ്റെ കുറച്ച് നീളം കുറയ്ക്കണം. നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിരുന്ന ചിരട്ടയുടെ കുറച്ച് നീളം കുറയ്ക്കണം. കാരണം ഒത്തിരി നീളമാണ്. നമുക്ക് ഫ്രണ്ടിൽ വെക്കാനാണ്. ഫ്രണ്ട് ഇങ്ങനെ തെള്ളിയിരിക്കുന്ന പോലെ വെക്കാൻ വേണ്ടിയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് നീളം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്കിതെടുത്ത് മാറ്റി വെക്കാം. ഇനി മറ്റേത് നമ്മൾ ആദ്യം മുറിച്ച് വെച്ചിരുന്ന എടുത്തിട്ട് ഇത് ഷേപ്പ് ആക്കണം. താഴോട്ട് ഇതുപോലെ ഇരിക്കുന്ന പോലെ ഷേപ്പ് ആക്കി എടുക്കണം. ഞാൻ ഒരച്ച് ഷേപ്പ് ആക്കുവാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒരച്ച് ഷേപ്പ് ആക്കി എടുക്കണം. ഞാൻ ഒരച്ച് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ പോലെ തന്നെ വേറൊരു ചട്ടയിൽ അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റിൽ ഉണ്ടാക്കിയതുപോലെ തന്നെ ഉണ്ടാക്കണം. ഞാൻ മുറിക്കുന്ന വീഡിയോ ഒന്നും ഇടുന്നില്ല. അപ്പം നമ്മൾ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കട്ട് ചെയ്തതുപോലെ തന്നെ വേറൊരു ചട്ടയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേതിൻ്റെ രണ്ട് മൂല ഫ്രണ്ടിലോട്ട് തെള്ളിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ കറക്റ്റായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, അത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് കട്ട് ചെയ്താൽ നമുക്ക് ഫ്രണ്ടിലോട്ട് തെള്ളിയിരിക്കണം. അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളപ്പം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും നമ്മൾ മുമ്പേ കട്ട് ചെയ്ത് വെച്ചിരുന്നത് ഇങ്ങനെ വെച്ച് മണ്ടയ്ക്ക് ഒട്ടിക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് നീളം കുറയ്ക്കണം. അതിന് അളവിലുള്ള കുറച്ച് നീളം കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അളവ് നോക്കണം. ഞാനിപ്പം എന്നിട്ട് അതിൻ്റെ സൈഡ് രണ്ടും കട്ട് ചെയ്യണം. നീളം കുറച്ചിട്ട് അതിൻ്റെ സൈഡ് രണ്ടും എന്ന് പറഞ്ഞാൽ മൂലകൾ രണ്ടും കട്ട് ചെയ്ത് കളയണം. ഞാനിപ്പം മൂല രണ്ടും കട്ട് ചെയ്യുവാണ്. മൂല രണ്ടും ഞാൻ കട്ട് ചെയ്തു. എന്നിട്ട് ഇത് നല്ലപോലെ ഉരച്ച് ഷേപ്പാക്കി എടുക്കണം. അപ്പം ഞാൻ ഇതുപോലെ ഉരയ്ക്കുവാണ്. ഞാൻ ഷേപ്പാക്കി എടുക്കാൻ വേണ്ടി ഉരയ്ക്കുവാണ്. ഇതുപോലെ ഞാൻ ഷേപ്പാക്കി എടുത്തു. റൗണ്ട് ഞാൻ ഷേപ്പാക്കി എടുത്തു. ഇനി ഇതെല്ലാം നമുക്കിതിൻ്റെ എല്ലാം നമ്മൾ വെട്ടി വെച്ചിരുന്നതിൻ്റെ എല്ലാം ഇത് കളയണം. ചിരട്ടയുടെ നാരുകൾ കളയണം. നല്ല വൃത്തിയാക്കി വരയ്ക്കണം. അപ്പോൾ ഇതുപോലെ കിട്ടും. ഇതുപോലെ നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ ഈ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചിരട്ട എടുത്ത് വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ച് തിരിച്ച് വെച്ച് കറക്റ്റ് കാണുന്നെന്ന് വിചാരിക്കുന്നു. ഞാനപ്പം ഒട്ടിക്കുന്ന വീഡിയോ ഇടുന്നില്ല. ഇതുപോലെ തന്നെ വെച്ചൊട്ടിക്കണം. നിങ്ങൾ ഇതുപോലെ തന്നെ വെച്ചൊട്ടിക്കാൻ ശ്രമിക്കണം.
ഇതുപോലെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിക്കാൻ ശ്രമിക്കണം. അപ്പം ഞാനാണെങ്കിൽ ഫ്രണ്ടിലും ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന എടുത്ത് അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് വാതിൽ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പം അപ്പുറത്ത് ഞാൻ വെട്ടി വെച്ചു, അതുപോലെ തന്നെ ഇപ്പുറത്തും വെട്ടി വെക്കണം. അതുകൊണ്ട് ഞാനാണെങ്കിൽ ബ്ലേഡ് എടുത്ത് നല്ലപോലെ മുറിക്കുകയാണ്. അപ്പം നിങ്ങൾ സൂക്ഷിച്ച് മുറിക്കണം. കാരണം നമ്മൾ കട്ട് ചെയ്തു, ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പുറത്ത് വെച്ചേക്കുന്ന പോലെ ഒരു ചിരട്ടയുടെ ഒരു പീസ് എടുത്ത് അത് വരച്ചത് നമ്മളെടുത്ത് അവിടെ ഒട്ടിച്ച് വെക്കണം. അതിനളവിനുള്ളത് തന്നെ നമുക്ക് ഒട്ടിച്ച് വെക്കണം. അപ്പോൾ ഒട്ടിച്ച് വെച്ചു. അപ്പോൾ നമ്മൾ ബാക്കിൽ ഹോൾ ഇട്ടിട്ടുണ്ട്, കണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ബാക്കിൽ ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു മുറി പീസ് എടുത്തിട്ട് നേരെ കട്ട് ചെയ്യണം. മുറി പീസ് ഇല്ലെങ്കിൽ നമ്മൾ ചിരട്ടയുടെ താഴ്വശം കട്ട് ചെയ്താലും മതി. ഇതുപോലെ തന്നെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. നേരെ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കിട്ടും. നമുക്കിനി ഓരോ പീസായിട്ട് കട്ട് ചെയ്യണം. ഓരോ സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഓരോ സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കുവാണ്. ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. 4 എണ്ണം വെച്ചാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 4 എണ്ണം വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണത്തിനകത്ത് 4 എണ്ണം, അങ്ങനെ 2 എണ്ണം. നമ്മൾ ഒട്ടിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ കുറച്ച് ചരിച്ച് വെച്ചിട്ട് പശ ഒഴിച്ച് കൊടുത്തിട്ട് ചിരട്ടപ്പൊടി ഇട്ട് കൊടുക്കണം. കുറച്ചുകൂടെ പശ ഒഴിക്കാം. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യണം, കാരണം കൈയൊക്കെ വെട്ടാൻ സാധ്യതയുണ്ട്. എൻ്റെ കൈ ഇവിടെ ചെറുതായിട്ട് ഒട്ടിയിട്ടുണ്ട്, നിങ്ങൾ സൂക്ഷിക്കണം. നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ഒട്ടിച്ചെടുത്തു. 4 എണ്ണം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, 4 പീസുകൾ. ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യണം. ഞാനാണെങ്കിൽ അടുത്തതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ സൈഡിൽ മേള് തൊട്ട് താഴെ വരെ ചരിച്ച് കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ 2 എണ്ണവും ചരിച്ച് കട്ട് ചെയ്ത് ഞാൻ 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്, ചരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 എണ്ണം കൂടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 എണ്ണം ഒട്ടിച്ചത് ഫ്രണ്ടിലും 4 എണ്ണം ഒട്ടിച്ചത് ബാക്കിലും വെക്കണം. നിങ്ങൾ കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ 2 എണ്ണം ഒട്ടിച്ചത് മാത്രം ഫ്രണ്ടിൽ 2 സൈഡിലും വെച്ചു. ഇനി ബാക്കിൽ ഒട്ടിക്കണം. അപ്പം നമ്മൾ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ടയർ വെക്കുമ്പോൾ ഈ ഒരു ഹോള് പോലെ വേണം. അതിനുവേണ്ടി നമ്മൾ ഇവിടുത്തെ താഴത്തെ ചിരട്ട കുറച്ച് മുറിച്ച് കളയേണ്ടി വരും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ അളവിന് വെച്ചിട്ട് ഒരു പേന എടുത്തിട്ട് നിങ്ങൾ വരയ്ക്കണം. എത്രയും കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അത്രയും കട്ട് ചെയ്ത് കളയണം. ഞാനപ്പം ഇപ്പം എനിക്ക് വേണ്ടാത്തതാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. കറക്റ്റ് നിങ്ങൾ വെക്കണം, കാരണം നമ്മുടെ ടയർ പൊങ്ങിയും താങ്ങിയിരിക്കാൻ പാടില്ല. നമ്മൾ വരച്ചത് കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ബ്ലേഡ് എടുത്ത് നല്ലപോലെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു സൈഡ് കട്ട് ചെയ്തു, ഇനി ബാക്കി 3 സൈഡും കട്ട് ചെയ്യണം. അത് ഞാൻ കാണിക്കുന്നില്ല. അപ്പം നമ്മൾ ഈ 3 സൈഡും നമുക്ക് കട്ട് ചെയ്യാം. അപ്പം ഞാൻ 3 സൈഡും ഇതിൻ്റെ താഴ്വശം കട്ട് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇനിയെന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ നമുക്കൊരു പീസ് എടുത്ത് വെക്കണം. ഫ്രണ്ടിൽ നമുക്ക് ഇതുപോലെ ഒരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്കൊരു പീസ് അപ്പുറത്തെ സൈഡിലും നമുക്ക് വെക്കണം. ഇതുപോലെ തന്നെ വെക്കണം. നമ്മൾ അപ്പുറത്തെ സൈഡിലും ഇതുപോലെ വെച്ചിട്ട് പശ ഒഴിച്ച് കൊടുക്കുക, ചട്ടപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ സൂക്ഷിച്ചൊട്ടിക്കണം.
ഇതൊന്നുകൂടെ ഒന്ന് പിൻ ചെയ്യാം. And I find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn. നമുക്ക് ഉണക്കാൻ കൊണ്ടുവെക്കാം. ഞാൻ വെയിലുള്ളടത്ത് ഉണക്കാൻ കൊണ്ടുവെക്കുകയാണ്. അപ്പം നമ്മുടെ കാറിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പം നമ്മൾ കാറെല്ലാം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്, പൊളിയായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുന്നെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പം ഇതിനെപ്പറ്റി എന്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക. അപ്പം അടുത്ത നല്ല വീഡിയോ വരെ ക്യാമറമാൻ സജയോടൊപ്പം ബോണി ബെന്നി സൈനിങ് ആവും.